All of you take page number 68. Pick the correct answer. Pick the correct answer. Page number 68. ഒന്നാമത്തെ question. Certain parts of the city are banned for dash. Certain parts of the city are banned for dash. Rickshaw pullers, factory workers, street vendors, newspaper sellers. ഏതാ നിരോധിച്ചിട്ടുള്ളത്? സിറ്റിയുടെ ചില ഭാഗങ്ങളിലെ എന്താ നിരോധിച്ചിട്ടുള്ളത്? റിക്ഷ വലിക്കുന്നതാണോ? അല്ല. ഫാക്ടറി വർക്കേഴ്സിനെയാണോ? അല്ല. ന്യൂസ് പേപ്പർ സെല്ലേഴ്സിനെയാണോ? അല്ല. ഏതാ? സ്ട്രീറ്റ് വെൻഡേഴ്സ് അല്ലെ, തെരുവ് കച്ചവടക്കാര് അല്ലെ, തെരുവ് കച്ചവടമാണ് ബാൻ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ, പോലീസുകാർ വന്ന് അന്നേരം തന്നെ ഒഴിപ്പിക്കണം എന്നല്ലേ, ഒഴിപ്പിക്കുന്നു. അവർക്ക് ഒഴിപ്പിക്കാനുള്ള പെർമിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തത്, മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഇഷ്യൂ ഡാഷ്ഡ് പീപ്പിൾ ടു റൺ ദർ ബിസിനസ് ഇൻ സിറ്റി. മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ത് ഇഷ്യൂ ചെയ്യുന്നു? ജനങ്ങൾക്ക് അവരുടെ ബിസിനസ്, സിറ്റിയിൽ ബിസിനസ് തുടങ്ങാനുള്ള എന്തോന്ന് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. എന്താ അത്? മണി, ലൈസൻസസ്, ഏരിയാസ്, റെഡിമെയ്ഡ് ക്ലോത്ത്. പറഞ്ഞു സിറ്റികളില് അല്ലെ, സിറ്റിയിൽ എന്ത് വേണം? The people needs licenses to run their business in the city. അതായത് സിറ്റികളില് ബിസിനസ് നടത്തണമെങ്കിൽ ലൈസൻസ് വേണം, ലൈസൻസസ്. ഓക്കെ, then third one, there is no job security or protection for dash. There is no job security or protection for dash. അതായത് ജോബ് സെക്യൂരിറ്റി ഇല്ല, സംരക്ഷണവും ഇല്ല. ഏതിനെ? പെർമനന്റ് വർക്കേഴ്സ്, ഫാക്ടറി വർക്കേഴ്സ്, ഡൊമസ്റ്റിക് വർക്കേഴ്സ്, കാഷ്വൽ വർക്കേഴ്സ്. പെർമനന്റ് പറഞ്ഞ സ്ഥിരം ജോലിക്കാര്, അവർക്ക് എന്തുണ്ടാവും? സെക്യൂരിറ്റി ഉണ്ടാവും. പെർമനന്റ് വർക്കേഴ്സിന് സെക്യൂരിറ്റി ഉണ്ടാവും, സ്ഥിരം ജീവനക്കാരാണ് അവര്. ഫാക്ടറി വർക്കേഴ്സ് ഇല്ലാത്തതാരായിരിക്കും? ഫാക്ടറി വർക്കേഴ്സിനാണോ? അല്ല. ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആണോ? അല്ല. കാഷ്വൽ വർക്കേഴ്സ് ആണോ? ഏതാ? There is no job security. That is casual works. Yes, correct. Fourth one is correct. Casual workers. അതായത് തൊഴിലാളികൾക്കൊന്നും ഇല്ല അല്ലെ, അതായത് കാഷ്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ജോബ് സെക്യൂരിറ്റി വേണ്ട, ഇല്ല. Then third one, the status of women in dash areas is higher than that of women in dash areas. Status of women in dash areas, ഏതോ ഏരിയാസിലെ സ്ത്രീകള് higher than that of women in dash area. ആരാ ഹയർ, ആരാ സ്മോളർ? അർബൻ ഏരിയാസ് അല്ലെ. The status of women in urban areas is higher than that of women in rural areas. റൂറൽ ഏരിയാസിനെക്കാട്ടിലും കുറച്ചും കൂടെ ലൈഫ് സെറ്റിൽ ആയിരിക്കും ആരുടേത്? അർബൻ ഏരിയാസിലെ സ്ത്രീകളുടേത്. അർബൻ ഏരിയാസില് കുറച്ചും കൂടെ എന്താ പറയാ, നല്ല ലാവിഷ് ആയിട്ടുള്ള ജീവിതമായിരിക്കും. അപ്പൊ അർബൻ ഏരിയാസ് is than that of women in rural areas. Then fifth one, the density of population in urban areas is dash. Urban areas le density of population എങ്ങനെയായിരിക്കും? മീഡിയം ആയിരിക്കോ, ലോ ആയിരിക്കോ, ഹൈ ആയിരിക്കോ, സീറോ ആയിരിക്കോ? അർബൻ ഏരിയാസിൽ നമ്മൾ പറഞ്ഞു വില്ലേജിലെക്കാട്ടും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന അർബൻ ഏരിയാസിലാണ്. ഇപ്പൊ ഹൈ അല്ലെ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഈസ് ഹൈ in urban area. കിട്ടിയില്ലേ? Next one, true or false. Next one, true or false. അതിൽ പറയണേ, write the correct statements in your notebook. തെറ്റായതിന് എന്ത് ചെയ്യണം? ശരിയാക്കി എഴുതണം. ചില സെന്റൻസ് അവിടെ തെറ്റാണ്, ചില കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് തെറ്റിലാണ്. ആ തെറ്റായ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റീറൈറ്റ് ചെയ്തിട്ട് ശരിയാക്കി എഴുതണം. മനസ്സിലായില്ലേ? ഒന്നാമത്തെ നോക്ക്, people who work on the street are not self-employed. എന്താ പറഞ്ഞേ?
ആ പീപ്പിൾ ഹു വർക്ക് ഓൺ ദ സ്ട്രീറ്റ്സ്, തെരുവുകളിൽ പണിയെടുക്കുന്ന ജോലിക്കാര് ആർ നോട്ട് സെൽഫ് എംപ്ലോയിഡ്. അവർ ആരല്ല? സ്വയം തൊഴിലാളികൾ അല്ലെങ്കിൽ സ്വയം ജോലി ചെയ്യുന്ന ആൾക്കാര് അല്ല. ശരിയാണോ തെറ്റാണോ? അതായത് നമ്മൾ പറഞ്ഞു പൂക്കച്ചവടോ അല്ലെ വിൽക്കുന്നൊക്കെ ആൾക്കാർ വേറെ കൂലിക്ക് പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കോ? നോട്ട് സെൽഫ് എംപ്ലോയിഡ് എന്ന് ഇവിടെ പറഞ്ഞത് ശരിയാണോ? അല്ല, അവരെങ്ങനെയുള്ളവരാണ്? സെൽഫ് എംപ്ലോയിഡ് ആണ്. അതായത് പൂക്കച്ചവടം ആണെങ്കിൽ അവര് പൂ സ്വന്തമായി എടുത്തുകൊണ്ട് അവർ സ്വയം ചെയ്യുന്നതാണ്. അല്ല സാധനങ്ങൾ എന്തെങ്കിലും വിൽക്കുന്നതാണെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്തെങ്കിലും വിൽക്കുന്നതാണെങ്കിൽ അവർ സ്വന്തമായി ചെയ്യുന്നതാണ്. സെൽഫ് എംപ്ലോയിഡ് ആണ് അവര്. അല്ലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? പീപ്പിൾ ഹു വർക്ക് ഓൺ ദ സ്ട്രീറ്റ്സ് ആർ നോട്ട് സെൽഫ് എംപ്ലോയിഡ് എന്നാണ്. തെറ്റാണ്. ഫോൾസ്. ഹൗ ടു റീറൈറ്റ് ഇറ്റ്? അതെങ്ങനെ തിരുത്താൻ പറ്റും? പീപ്പിൾ ഹു വർക്ക് ഓൺ ദ സ്ട്രീറ്റ്സ് ആർ സെൽഫ് എംപ്ലോയിഡ്. നോട്ട് വേണ്ട, തിരുത്തിക്കോ. ഫാൾസ് മാറ്റുക, എന്നിട്ട് ഫാൾസ് എന്ന് എഴുതുക, എന്നിട്ട് ട്രൂ ആക്കി എഴുതുക. പീപ്പിൾ ഹു വർക്ക് ഓൺ ദ സ്ട്രീറ്റ് ആർ സെൽഫ് എംപ്ലോയിഡ്. അതായത് റോഡ് സൈഡിലൊന്നും പണിയെടുക്കുന്ന ആൾക്കാർ, റോഡ് സൈഡിൽ കച്ചവടമോ പണിയൊക്കെ നടത്തുന്ന ആൾക്കാര് സ്വയം ചെയ്യുന്നതായിരിക്കും അവര്. കാരണം അവർക്ക് എന്ത് കൊടുക്കണ്ട? റെന്റ് കൊടുക്കണ്ട, ലൈസൻസ് വേണ്ട, അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യും? കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കുറച്ച് പൂവോ അല്ലെങ്കിൽ കുറച്ച് ഇലക്ട്രിക് ഉപകരണങ്ങളോ ബൾബോ അങ്ങനെയുള്ള സാധനമൊക്കെ കൊണ്ടുവന്ന് റോഡ് സൈഡിൽ വെച്ച് കച്ചവടം നടത്തും. അത് അവരൊരിക്കലും കൂലിക്ക് പണിയെടുക്കുന്നതല്ല. അപ്പൊ സെൽഫ് എംപ്ലോയിഡ് ആണ് അവര്. രണ്ടാമത്തത്, മാർക്കറ്റ്സ് റിമെയിൻ ക്ലോസ്ഡ് ഓൺ വൺ ഡേ ഓഫ് ദ വീക്ക്. മാർക്കറ്റ്സ് ആഴ്ചയിൽ ഒരിക്കൽ ക്ലോസ് ചെയ്യുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ലീവ് വേണ്ടേ? യെസ്, ദാറ്റ് ഈസ് ട്രൂ. ട്രൂ. Then third one, the bus ride was more comfortable than the metro ride. Bus ride was more comfortable. ബസ്സിലെ യാത്രയാണ് കൂടുതൽ സൗകര്യം ഏതിനെക്കാട്ടിലും? മെട്രോയിനെക്കാട്ടിലും. ആണോ? നോ, ദാറ്റ് ഈസ് ഫോൾസ്. ഫോൾസ്. മെട്രോ ആണ് നല്ല സുഖം അല്ലെ? മെട്രോ ആണ് കംഫർട്ടബിൾ. അപ്പൊ എങ്ങനെ തിരുത്താൻ പറ്റും നിങ്ങൾക്കത്? എങ്ങനെ തിരുത്താൻ പറ്റും? അതെങ്ങനെ തിരിച്ച് എഴുതാ? മെട്രോ റൈഡ് വാസ് മോർ കംഫർട്ടബിൾ ദാൻ ദ ബസ് റൈഡ്. തിരിക്കോ? ആ ഇവിടെ പറഞ്ഞത് ദ ബസ് റൈഡ് വാസ് മോർ കംഫർട്ടബിൾ ദാൻ മെട്രോ റൈഡ് എന്നാണ്. ബസ് റൈഡ് ആണ് മെട്രോ റൈഡിനെക്കാട്ടിലും കംഫർട്ടബിൾ. അത് തിരിച്ച് എങ്ങനെ എഴുതാൻ പറ്റും? ശരിയാക്കി എഴുതാം. ആ മെട്രോ റൈഡ് വാസ് മോർ കംഫർട്ടബിൾ ദാൻ ബസ് റൈഡ്. എന്താടാ വിഷ്ണു? എന്തായിരുന്നു? സെക്കൻഡ് വൺ ട്രൂ. മാർക്കറ്റ്സ് റിമൈൻഡ് ക്ലോസ്ഡ് ഓൺ വൺ ഡേ ഓഫ് ദ വീക്ക്. ആഴ്ചയിൽ ഒരു ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യണമെന്നില്ലേ? എല്ലാ ദിവസവും പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല, അതിനുള്ള പെർമിഷൻ ഇല്ല. But that is true. Third one false. Then you can rewrite like this. How the metro ride was more comfortable than the bus ride. അവിടെ ബസ് റൈഡ് എന്നുള്ളടുത്ത് മെട്രോ റൈഡ് ആക്കാം, മെട്രോ റൈഡിലെടുത്ത് ബസ് റൈഡ് എന്നാക്കാം. കിട്ടിയില്ലേ? Then fourth one, Chandini gets many holidays and facilities. ചാന്ദിനി നമ്മൾ പറഞ്ഞു. ചാന്ദിനി ആരായിരുന്നു? ഒരു മാനേജർ ആയിരുന്നു അല്ലെ? ഒരു മാനേജർ ആയിട്ട് അവിടെ കണ്ടില്ലേ? ചാന്ദിനിയുടെ ഓഫീസിൽ ചാന്ദിനി പണിയെടുക്കുന്ന നമ്മൾ പറഞ്ഞില്ലേ? ചാന്ദിനി വർക്ക് ആസ് എ മാനേജർ പറഞ്ഞതാണ്. അപ്പൊ ചാന്ദിനിക്ക് ആവശ്യമുള്ള സമയത്ത് എന്തെങ്കിലും അസുഖം വന്നാൽ ലീവ് എടുക്കാൻ പറ്റും. മാത്രമല്ല അവർക്ക് മന്ത്ലി സാലറിയാണ് കിട്ടുക. പിന്നെ അതായത് ഹോളിഡേയ്സ് വന്നു കഴിഞ്ഞാൽ ഹോളിഡേയ്സ് ഒക്കെ അവർക്ക് ലീവാണ്. സൺഡേ അല്ലെങ്കിൽ എന്തെങ്കിലും നാഷണൽ ഹോളിഡേയ്സ് ഒക്കെ വന്നാൽ നമുക്ക് പോണ്ട. നമ്മൾ കണ്ടില്ലേ? ഗവൺമെന്റ് ജോലിക്കാരൊക്കെ കണ്ടിട്ടില്ലേ? അവർ പോയ ദിവസമാണോ സാലറി? അല്ല, ലീവ് വന്നാൽ അവർക്ക് എന്തില്ല? പോണ്ടാന്ന്, അവധിയാണ്. അതുപോലെ തന്നെയാണ് ചാന്ദിനിക്കും. ചാന്ദിനി ഗെറ്റ്സ് മെനി ഹോളിഡേയ്സ് ആൻഡ് ഫെസിലിറ്റി. എല്ലാ സൗകര്യങ്ങളും കിട്ടി, എല്ലാ അവധികളൊക്കെ കിട്ടുന്ന നല്ലൊരു വർക്കാണ് ആർക്ക്? നമ്മുടെ ചാന്ദിനിക്ക്. അപ്പൊ ദാറ്റ് ഈസ് ട്രൂ. ട്രൂ. ഇനി അതിന്റെ നോട്ട് എഴുതിക്കോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം മിസ് തരാം, എഴുതിക്കോ.
സിയിൽ ഒന്നാമത്തത് എഴുതുക. Write 5 examples of each examples of people who organized their own work. Give 5 examples of people who organized their own work. 5 എക്സാമ്പിൾ എഴുതണം. ഏതൊക്കെയാ? നമുക്ക് എങ്ങനെ ആരൊക്കെയുണ്ട്? വെജിറ്റബിൾ വെൻഡേഴ്സ് ഉണ്ട്, ന്യൂസ് പേപ്പർ സെല്ലേഴ്സ് ഉണ്ട്, കോബ്ലേഴ്സ് ഉണ്ട്, ഫാക്ടറി വർക്കേഴ്സ് ഉണ്ട്, അല്ലെ, ബാർബേഴ്സ് ഉണ്ട്, ദെൻ റിക്ഷാ പുള്ളേഴ്സ് ഇല്ലേ? അങ്ങനെ ഒരു 5 എണ്ണം എഴുതിയാട്ടെ. ഇരിക്കോ? സീല് ഫസ്റ്റ് വൺ vegetable vendors, VENDORS, vegetable vendors. Newspaper sellers, പത്രം വിൽക്കുന്ന ആൾക്കാർ, newspaper sellers. പിന്നെ ആരുണ്ട്? വേറെ ആൾക്കാരാരാ? കോബ്ലേഴ്സ് മീൻ ചെരുപ്പ് തുന്നുന്ന ആൾക്കാർ, കോബ്ലേഴ്സ് ഉണ്ട്. പിന്നെ വേറെ പറ മക്കളെ. റിക്ഷാ പുള്ളേഴ്സ് പറഞ്ഞില്ലേ? RIKSHAW, റിക്ഷാ പുള്ളേഴ്സ്. പിന്നെ ആൻഡ് റോഡ് സൈഡ് ബാബേഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ? റോഡ് സൈഡ് ബാബേഴ്സ്, BARBERS, ബാബേഴ്സ്. Are people who organize their own work. Okay. Then second one അല്ല, ലാസ്റ്റ് വൺ, ഫിഫ്ത് വൺ എഴുതാ. ഫിഫ്ത് വൺ ഏതാ? List 3 ways in which rural and urban communities may be distinguished. റൂറൽ കമ്മ്യൂണിറ്റീസും അർബൻ കമ്മ്യൂണിറ്റീസും തമ്മിലുള്ള വ്യത്യാസം. 3 ways, 3 വ്യത്യാസങ്ങൾ എഴുതണം. എഴുതാ. അഞ്ചാമത്തെ എഴുതാ. അതിന്റെ ആൻസർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പേജ് നമ്പർ 68 ഒരു കോളം കണ്ടോ താഴെ? റൂറൽ ആൻഡ് അർബൻ സ്ട്രക്ചർ, എ കമ്പാരിസൺ. കണ്ടില്ലേ? അതിൽ ഇഷ്ടമുള്ള 3 എഴുതിയാൽ മതി. എഴുതിക്കോ. ഒന്നാമത്തെ ഞാൻ എഴുതിത്തരാം. അതില് ഫസ്റ്റ് വൺ the main occupation of the
main occupation of the main occupation of the people in rural communities is agriculture. Rural communities le main jolly ennu parna agriculture aanu. Agriculture. People in urban areas, people in ഇത് പഠിക്കണേ, people in urban communities, mainly engaged in non-agricultural activities. Non-agricultural activities. Such as manufacturing, trade and commerce. അങ്ങനെയുള്ള ജോലികൾ, trade and commerce. Okay. അതിലെ second point, rural communities are smaller while urban communities are larger. മൂന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. മൂന്നാമത്തത് people in rural areas are close to nature. close to nature. nature. While people in urban areas are isolated from nature. ISOLATED. Isolated from nature. NATURE. 3 പോയിന്റ് ആണ് പറഞ്ഞത്. 3 എഴുതി. ഇത് എഴുതി കഴിഞ്ഞാല് ലോങ് ആൻസേഴ്സിൽ രണ്ടാമത്തത്, അതായത് ഡിയില് രണ്ടാമത്തത്, മാറിപ്പോകരുത്. ക്വസ്റ്റ്യൻ മാറില്ലേ? ഹു ആർ കാഷ്വൽ ലേബേഴ്സ്? ആരെയാണ് നമ്മൾ കാഷ്വൽ ലേബേഴ്സ് എന്ന് പറയാ? അതായത് ഡെയിലി അല്ലെ, ഡെയിലി ബേസിൽ പണിയെടുക്കുന്ന ആൾക്കാർ, ദിവസക്കൂലിക്ക് അല്ലെ. നിങ്ങൾ തൊഴിലുറപ്പിനോ അല്ലെങ്കിൽ മറ്റുള്ള വീടുകളിൽ കൂലിക്കൊക്കെ പോകുന്നില്ലേ? പോയ ദിവസം മാത്രം ക്യാഷ് കിട്ടുന്നത് അല്ലെ, അവിടെയാണ് നമ്മൾ എന്ത് പറയാ? കാഷ്വൽ ലേബേഴ്സ് എന്ന് പറയാം. ആൻസർ എഴുതിക്കോ. കാഷ്വൽ ലേബേഴ്സ് ആർ those who work
on a daily basis. On a daily basis. That is, അതായത് that is, എന്താണ്? That is, they work, അത് പണിയുള്ള സമയത്ത് മാത്രം പണിയെടുക്കുക. They work when there is work available. When there is, എപ്പോഴാണോ ജോലി അപ്പോഴല്ല എടുക്കുക അല്ലെ? When there is work available. അവരെയാണ് നമ്മൾ എന്ത് പറയാ? കാഷ്വൽ ലേബേഴ്സ് എന്ന് പറയാം. അവർക്കൊരു ഫിക്സഡ് ടേം ഇല്ല അല്ലെ പണിക്ക്. ഇതാ they have no fixed time of they have no fixed time of work or pay and their jobs are temporary. അവരുടെ ജോലി സ്ഥിരാണോ? അല്ല. Their jobs are temporary. നമ്മൾ പറഞ്ഞില്ലേ ഈ പണി ഇവിടുത്തെ പണി കഴിഞ്ഞാൽ അവര് പിന്നെ വേണമെങ്കിൽ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും അല്ലെ? എവിടെയാണോ പണി കിട്ടുന്നത് അവിടെ പോകും. അവർക്കൊരു ടേം അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടേം ഒന്നും അവർക്ക് ഇല്ല. ഇനി എക്സാമ്പിൾസ് എന്തൊക്കെയാ അതിന്? മേസൺസ്. എന്താ മേസൺസ് എന്ന് പറഞ്ഞാല്? മേസ്തിരി പണി അല്ലെ? മേസൺസ്. പിന്നെ വേറെന്താ ഉള്ളേ? ലേബറേഴ്സ് ഹു ഡിഗ് അറ്റ് കൺസ്ട്രക്ഷൻ സൈറ്റ്സ്. കൺസ്ട്രക്ഷൻ സൈറ്റ്സിലൊക്കെ പണിയെടുക്കുന്നവര് അല്ലെ? എഴുതിക്കോ. ലേബേഴ്സ്, LABOURS, ലേബേഴ്സ് ഹു, ലേബറേഴ്സ് ഉണ്ട് കേട്ടോ. ലേബറേഴ്സ് ഹു ഡിഗ് കൺസ്ട്രക്ഷൻ സൈറ്റ്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ കുഴിയൊക്കെ എടുക്കുന്ന ആൾക്കാർ. ഡിഗ് കൺസ്ട്രക്ഷൻ സൈറ്റ്. ലേബറേഴ്സ് ഹു ഡിഗ് കൺസ്ട്രക്ഷൻ സൈറ്റ്സ്. പിന്നെ ലിഫ്റ്റ് ബ്രിക്സ്. കട്ടയൊക്കെ കടത്തുന്ന ആൾക്കാരില്ലേ? ലിഫ്റ്റ് ബ്രിക്സ്. ഓർ അൺലോഡ് അല്ലെ? ഓർ അൺലോഡ് ട്രക്സ്. വണ്ടിയിലേക്ക് കയറ്റുന്ന ആളും സ്ഥലത്തേക്ക് കടത്തുന്ന ആൾക്കാരൊക്കെ ഇല്ലേ? കട്ടയൊക്കെ ചുമക്കുന്ന ആൾക്കാർ. അൺലോഡ് ട്രക്സ്. പോരെ? എക്സെട്രാ. പിന്നെ അതുപോലെ കാർപ്പന്റേഴ്സ് ഉണ്ട്. അറിയുന്നൊക്കെ എഴുതിക്കോ. കാർപ്പന്റേഴ്സ്, വൈറ്റ് വാഷ് ചെയ്യുന്ന ആൾക്കാര് അല്ലെ? പെയിന്റേഴ്സ്. അവരൊക്കെ എന്താ? അവരൊക്കെ കാഷ്വൽ വർക്കേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ ദീസ് ആർ, അതായത് ലേബറേഴ്സ് ഹു വർക്കിംഗ് who dig in construction sites, lift bricks or unload trucks, carpenters, painters, masons. These are examples of casual workers. അപ്പൊ casual workers എന്താന്ന് മനസ്സിലായോ? സ്ഥിരം ജോലിയില്ലാതെ പണിക്കൂലി അല്ലെ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്ത് പറയാ? കാഷ്വൽ ലേബേഴ്സ് എന്ന് പറയാ അല്ലെ? അവർക്ക് സ്ഥിരമായ ജോലിയാണോ? അല്ല. അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അവരെപ്പോ പണിക്ക് പോയാൽ ആ പണിക്ക് പോയ ദിവസം മാത്രം ജോലി അല്ലെ? എല്ലാ ദിവസവും ജോലിയില്ല. ജോലിയുള്ള സമയത്ത് അവർ വിളിക്കും, ഇതാ ഇന്നിവിടെ പണിയുണ്ട്. വന്നു, പണിയെടുത്ത് 2 ദിവസം എടുത്തു, അതിന്റെ കൂലി വാങ്ങി പോയി. പിന്നെ അവർക്ക് ചിലപ്പോൾ അടുത്ത സ്ഥലത്തായിരിക്കും പണി. ചിലപ്പോൾ ഒരാഴ്ച പണി ഉണ്ടാവില്ല. അടുത്ത ദിവസം വീണ്ടും മറ്റാൾ പറഞ്ഞു, ഇന്നിവിടെ പണിയുണ്ട്, എന്റെ വീടൊന്ന് തേക്കാനുണ്ട്, അല്ലെങ്കിൽ എന്റെ വീടൊന്ന് പെയിന്റ് അടിക്കാനുണ്ട്, അല്ലെങ്കിൽ കുഴി ഒഴിക്കാണ്ട് നിങ്ങൾ വരും. ആ 3-4 ദിവസം അവിടെ പണിയെടുത്തു, അതിന്റെ ക്യാഷ് വാങ്ങി അവര് പോയി.
അങ്ങനെ ഒരു ഫിക്സഡ് ടേമോ അല്ലെങ്കിൽ ഒരു ടെമ്പററി ജോലി അല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ, കാഷ്വൽ ലേബേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇത്രയും മതി കേട്ടോ. ഇത്രയാണ് ഇമ്പോർട്ടൻസ്. പഠിക്കണേ, ഈ 3 ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാം. അതായത് അടുത്ത എക്സാം നമ്മൾ പറഞ്ഞ പോലെ എന്താ, ഗൂഗിൾ ഫോം അല്ല, എഴുത്താണ് കേട്ടോ. എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഞാൻ ഡിലീറ്റ് അടിച്ചോട്ടെ മക്കളെ, ഡിലീറ്റ് അടിക്കട്ടെ? എഴുതി കഴിഞ്ഞില്ലേ? ഇനി എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ആക്കിയേ. ഈ ലെസൺ, അതായത് നമ്മൾ പൊളിറ്റിക്സിന്റെ ഈ ഒരു സബ്ജക്ട് കഴിഞ്ഞു. പൊളിറ്റിക്സ് എന്നുള്ള സബ്ജക്ട് കഴിഞ്ഞു. 9 ലെസൺ അല്ലേ, 9 അല്ലേ, 9ാമത്തെ ലെസണും കഴിഞ്ഞു. അപ്പൊ നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ് മുതൽ ജിയോഗ്രഫി ആണ് കേട്ടോ. നാളെ അല്ല, മീൻസ് നെക്സ്റ്റ് ക്ലാസ്, ഇന്ന് തന്നെ അടുത്ത ക്ലാസ് മുതൽ ജിയോഗ്രഫി. ഇത് ഇത്രയും നമ്മുടെ സെമസ്റ്റർ 2 കഴിഞ്ഞെടുത്ത എല്ലാ ചാപ്റ്ററും നന്നായി പഠിക്കാം. പറഞ്ഞാൽ മനസ്സിലായോ? പരമാവധി 1 വേർഡ്സ് ടെക്സ്റ്റ് നന്നായി വായിക്കുക, 1 വേർഡ്സ് ഒക്കെ പഠിക്കുക. പിന്നെ മനസ്സിലാക്കി പഠിക്കുക, ബൈഹാർട്ട് പഠിക്കാതെ. നമ്മുടെ ലെസൺ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഇന്ന കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. അപ്പൊ അത് നന്നായി മനസ്സിലാക്കി പഠിക്കാം. അതായത് ക്വസ്റ്റ്യൻ ആൻസർ തരുന്നത് മാത്രം പഠിക്കാതെ ടെക്സ്റ്റ് നന്നായി വായിക്കുക. അതിലത്തെ 1 വേർഡ്സും അതിലെ കാര്യങ്ങൾ എന്താണോ ആ ലെസണിൽ പറയുന്നത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുറെ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കി പഠിക്കും. മിസ് എഴുതി തന്ന കാര്യം ഒരു 10 പ്രാവശ്യം പഠിച്ചല്ലോ, 10 പ്രാവശ്യം എഴുതി അത് ബൈഹാർട്ട് പഠിച്ച് ചിലപ്പോൾ നാളെ ഞാൻ ആ ക്വസ്റ്റ്യൻ അല്ല വേറെ ക്വസ്റ്റ്യൻ ഇട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുമോ? ഇല്ല. അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യാ, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ നോട്ട് ഒരു 5 മിനിറ്റും കൂടെ നിങ്ങൾക്ക് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് ആക്കാം. ഇപ്പൊ തന്നെ അയച്ചോ. എഴുന്നേക്കണ്ട, അവിടുന്ന് നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് അയച്ചാ എഴുന്നേറ്റാ മതി. ബൈ ബൈ, സീ യു.